ബംഗളൂരു പാതയിൽ കൃഷ്ണഗിരിയിൽ കേരള വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന് പിന്നിൽ കൊള്ളസംഘം എന്ന് പരാതി. കഴിഞ്ഞ ദിവസം കൃഷ്ണഗിരിയിൽ വാഹനാപകടത്തിൽ മരിച്ച ഒറ്റപ്പാലം സ്വദേശി ദീപു, ദിവ്യ എന്നിവരുടെ കുടുംബമാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഇവർ സഞ്ചരിച്ച കാറിന് പിന്നിൽ ഹെഡ്ലൈറ്റ് ഓഫാക്കിയെത്തിയ ലോറി ഇടിക്കുകയായിരുന്നു. ആസൂത്രിത അപകടമാണെന്ന് കാണിച്ച കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. കുറച്ച് സംഘമാണ് സംശയമായി വണ്ടി ലൈറ്റ് ഇല്ലാതെ വരുന്ന വണ്ടി. പിന്നെ ഈ വണ്ടിയുടെ വീൽ വന്നിട്ട് ഒരേ ഹോൾസ് ഉണ്ടായിരുന്നുള്ളൂ. അത് എന്ത് ഉള്ളിൽ അടിച്ചു കയറിയൊന്നും കണ്ടില്ലായിരുന്നു. ഞാൻ ഒറ്റ ഹോൾസ്, 6 ഗ്യാപ്പിന് ഒറ്റ ഹോൾസ്. അതങ്ങനെ ടയർ പഞ്ചറായി. അതിന് മുന്നത്തിൻ്റെ വണ്ടി സൗണ്ട് ഉണ്ടായിരുന്നു, എന്തോ ഒന്ന് അടിച്ച സൗണ്ട് ഉണ്ടായിരുന്നു വണ്ടിയിൽ. പിന്നെ നിറയെ പേര് ഇപ്പോൾ ഇതേമാതിരി അതിനുശേഷമാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ ഇതേമാതിരി നിറയെ ആക്സിഡൻറ്റ് ഇതേമാതിരി ഉണ്ടായിരുന്നു എന്നുള്ളത്. KL വണ്ടികൾ കേന്ദ്രീകരിച്ചിട്ട് മുന്നേ ഒരു മാസം മുന്നത്തിനുണ്ടായിരുന്നു ഇതേമാതിരി ആക്സിഡൻറ്റ്. നിയമത്തിന് പോകണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണ്. ഞാൻ ഇത് കഴിഞ്ഞാൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കണം, മിനിസ്റ്റർക്ക് കൊടുക്കണം എന്നുള്ള പ്ലാനിലാണ്. SP മിനിസ്റ്ററും കൊടുക്കണം എന്നാണ്. ആർക്കും ഞാൻ ഇതേമാതിരി അവസ്ഥ ഉണ്ടായത്. എൻ്റെ വൈഫും ബ്രദറും പോയി, എനിക്ക് നഷ്ടമായി. 2 കുഞ്ഞുങ്ങളാണ്. ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ, വലിയ അപകടമാണല്ലോ അല്ലെ? ഇതെങ്ങനെയാണ് ഇവർ നടത്തുന്നത്? ഈ കൊള്ളസംഘത്തിന്റെ ഉദ്ദേശം എന്താണ്? മോഷണം മറ്റുമാണോ? ഇത് സ്ഥിരമായി നടക്കുന്നതാണോ? മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം അല്ലേ? ഇക്കഴിഞ്ഞ മെയ് 10-ാം തീയതിയാണ് പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് വിനോദയാത്ര പോയ മലയാളി കുടുംബം സഞ്ചരിച്ച കാറ് അപകടത്തിൽപ്പെടുന്നത്. തമിഴ്നാട് കൃഷ്ണഗിരിയിൽ വെച്ച് ഒരു കണ്ടെയ്നർ ലോറി ഈ മലയാളി കുടുംബം സഞ്ചരിച്ച കാറിന്റെ പിറക് വശത്ത് വന്ന് ഇടിക്കുകയായിരുന്നു. ഈ കുടുംബം കാറിന്റെ ടയർ പഞ്ചറായതിനെ തുടർന്ന് ടയർ മാറ്റിയിടുന്നതിനിടയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത്. അപകടത്തിൽ ഒറ്റപ്പാലം പനമണ്ണ സ്വദേശിയായിട്ടുള്ള ദീപുവിന്റെ സഹോദരി ദിവ്യ എന്നിവർ മരണപ്പെടുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ദിവ്യയുടെ ഭർത്താവ് വിനീതിനും അതുപോലെ തന്നെ ഭർത്തൃമാതാവിനും ദിവ്യയുടെ അമ്മയ്ക്കും ഈ അപകടത്തിൽ ഗുരുതരമായി തന്നെ പരിക്കേൽക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. ദിവ്യയുടെ കുടുംബം പറയുന്നത് ഇത് സാധാരണ അബദ്ധത്തിൽ പറ്റിയ ഒരു അപകടമല്ല, ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു അപകടമാണ് എന്നുള്ളതാണ്. കാരണം കൃഷ്ണഗിരി കേന്ദ്രീകരിച്ച് മുമ്പും ഇത്തരത്തിൽ കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കൊള്ളസംഘം തന്നെയാണ് തങ്ങളുടെ വാഹനം അപകടത്തിൽപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ ദിവ്യയുടെ ഭർത്താവ് വിനീത് ആരോപിക്കുന്നത്. കാരണം തങ്ങൾ ഈ ഹൈവേയിൽ വാഹനം ഇടതുവശത്തേക്ക് കൃത്യമായി പാർക്ക് ചെയ്യുകയും പിന്നീട് എല്ലാ മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് പഞ്ചറായ ടയർ മാറ്റിയിടുന്ന ഒരു പ്രവൃത്തി ചെയ്തത്. അവിടെ മറ്റു വാഹനങ്ങളെല്ലാം കൃത്യമായി കടന്നുപോയപ്പോൾ ഈ കണ്ടെയ്നർ ലോറി ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഓഫാക്കിയതിന് ശേഷം പിന്നീട് ആസൂത്രിതമായി തങ്ങളുടെ വാഹനത്തിന് പിറകിൽ വന്ന് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ദിവ്യയുടെ കുടുംബം ഉയർത്തുന്ന പരാതി എന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ് ദിവ്യയുടെ ഭർത്താവ് വിനീതും അതുപോലെ തന്നെ കുടുംബവും ആവശ്യപ്പെടുന്നത്. ഇതാരാണ് ഈ കൃഷ്ണഗിരി കേന്ദ്രീകരിച്ചുകൊണ്ടിങ്ങനെ കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ കൊള്ള നടത്തുന്നത്? ഈ അപകടത്തിൽപ്പെടുത്തി കൊള്ള നടത്തുന്ന ഈ സംഘത്തെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നുള്ളതാണ് ദിവ്യയുടെ കുടുംബത്തിന്റെ ആവശ്യം. മുഖ്യമന്ത്രി VD സതീഷിനും അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കുമെല്ലാം പരാതി നൽകിക്കൊണ്ട് ഈ കൃഷ്ണഗിരി അപകടത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ് ഈ കുടുംബം ആവശ്യപ്പെട്ടുള്ളത്. ഇനി തങ്ങൾക്ക് ഉണ്ടായതുപോലെ തന്നെ ഇനി മറ്റൊരു കുടുംബത്തിനും ഇത്തരത്തിലൊരു ദുർഗതി വരരുത്. കാരണം രണ്ടുപേരുടെ ജീവൻ നഷ്ടമായി. ഇപ്പോൾ 3 പേർ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. ആ വാഹനത്തിനകത്ത് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം വലിയ രീതിയിൽ പരിക്കേൽക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു. ഇനി ഒരു കുടുംബത്തിനും ഇത്തരത്തിലുള്ള ഒരു ദുർഗതി വരരുത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കൃഷ്ണഗിരി കേന്ദ്രീകരിച്ച് മലയാളി വാഹനങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് നടത്തുന്ന ഈ കൊള്ള സംഘത്തെ പിടികൂടണം, അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നുള്ളതാണ് ദിവ്യയുടെ കുടുംബത്തിന്റെ ആവശ്യം. ശരി, ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.